ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. നേന്ത്രപ്പഴം കൊണ്ടുള്ള പലഹാരമാണ്, ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരം. അതിനായി നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ഇതുപോലെ തൊലി കറുത്ത നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല മധുരമുള്ള പഴമാണ്. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഈ പലഹാരം റെഡിയാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, ഇതുപോലൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഞാൻ 3 അച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം മധുരമുള്ള പഴമായതുകൊണ്ട് മധുരം കുറവ് വേണ്ടെങ്കിൽ നമുക്ക് ഈ ശർക്കരയുടെ എണ്ണമൊക്കെ കുറയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പാനിയാക്കി എടുക്കാം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ശർക്കര പാനി റെഡിയാകുന്നപ്പോഴേക്ക് നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം ഇതുപോലെ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, അപ്പോഴേക്കും നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ലൊരു ബ്രൗൺ കളർ ഒന്നും ആവണ്ട കേട്ടോ. ഒന്ന് നന്നായിട്ട് നെയ്യിൽ കിടന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക, അത്രയും മതി. ഇതുപോലെ ഇത്രയും മതിയാവും. ഇത്രയും വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴമില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഈ നെയ്യ് കിടന്നിട്ട് തേങ്ങയുടെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് ഏലക്കായുടെ പൊടി 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചു വെച്ചതാണ്. 1 ടീസ്പൂണോളം ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവേ. ഈ ഒരു രീതിക്ക് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, നെയ്യുടെയും ഏലക്കായുടെയും ഒക്കെ. ഈ ഒരു രീതിയിൽ വഴറ്റിയിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് അടുപ്പത്തേക്ക് നമുക്ക് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കാം. അതൊന്ന് റെഡിയാക്കി വെക്കണം. വെള്ളത്തിലേക്ക് ഒരു 2 കഷ്ണം പട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു നമുക്ക് നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണമൊക്കെ വരും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ആവിയിലൊന്ന് വന്നോട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മൂടി വയ്ക്കാം. നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി എടുക്കുക. അതിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് ഗോതമ്പിന്റെ പൊടി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ശർക്കര പാനിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യേ. എല്ലാം ഇട്ട് കൊടുക്കാം. ഒരു 3/4 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചിട്ട് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴമില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യിലൊക്കെ വാട്ടി വെച്ചിരിക്കുന്ന പഴവും തേങ്ങയൊക്കെ ഉള്ള അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്യാം.
ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. കണ്ടോ, ഈ ഒരു ഒത്തിരി കട്ടയായി പോയിട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടണം. കണ്ടോ, ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുക്കാം. ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതായത് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ട്രേ ഒക്കെ ഇല്ല, അതൊക്കെ എടുക്കാം. ഇതിലേക്ക് അല്പം നെയ്യ് ഒന്ന് എല്ലായിടത്തും ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലായിടത്തും തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമില്ല, ഇതുപോലെ കുറച്ച് കശുവണ്ടി പരിപ്പ് അവിടെ അവിടെ ഒന്ന് വെച്ചു കൊടുക്കാം. നിർബന്ധമില്ല കേട്ടോ, ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാറ്റർ, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് കൊണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇതുപോലെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം, സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെച്ചു കൊടുക്കാം. വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10-15 മിനിറ്റ് മതിയാവും കേട്ടോ ഇതൊന്ന് റെഡിയായി വരാനേ. നമുക്കിത് മൂടി വയ്ക്കാം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒന്ന് കുത്തി നോക്കാം, ഉള്ളൊക്കെ വെന്തിനോ നോക്കാം. ഉണ്ടോ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല, ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം, എടുത്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. ആ ഒരു പട്ട ഞങ്ങൾ ഇട്ടിട്ടില്ലായിരുന്നോ വെള്ളത്തില്, അതുകൊണ്ട് ഇതിന്റെ ഒരു ആ നല്ലൊരു സ്മെല്ല്, വീടാകെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമുക്കിത് എടുക്കാം. ഇവിടെ എടുത്തു വെക്കാം, ഒന്ന് തണുക്കട്ടെ. നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്ത് എടുക്കാം. ഓക്കെ, അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, വളരെ സോഫ്റ്റ് ആണ്. ഈ രീതിക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു നേന്ത്രപ്പഴം കൊണ്ടുള്ള ആവിയിൽ വേവിച്ച പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടാവും. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.